നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അറ്റകുറ്റപ്പണി നീളുന്നു. കുണ്ടും കുഴിയുമായി ചെർക്കള ബസ് സ്റ്റാൻഡ് റോഡ്. തിങ്കളാഴ്ച മുതൽ സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിപ്പിക്കില്ലെന്ന് ബസ് ഉടമകൾ. പാക്യാര ഷാഹുൽ ഹമീദ് വധം. മൂന്നാം പ്രതിയെയും തിരിച്ചറിഞ്ഞു. മകൻ ജീവനു വേണ്ടി പിടയുന്നു. കരഞ്ഞു തളർന്ന് മാതാപിതാക്കൾ. തുല്യതാ പഠിതാക്കൾക്കുള്ള കലാമേളയിൽ ജില്ലയ്ക്ക് അഭിമാനമായി രമേശ്. പ്രച്ഛന്ന വേഷത്തിൽ ഒന്നാം സ്ഥാനത്തിന്റെ തിളക്കം. KSEB അധികൃതർ ധിക്കാരപരമായി പെരുമാറുന്നതായി ആക്ഷേപം. മഞ്ചേശ്വരത്ത് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. വിശദമായ വാർത്തകളിലേക്ക്. അറ്റകുറ്റപ്പണി നീളുന്നു. കുണ്ടും കുഴിയുമായി ചെർക്കള ബസ് സ്റ്റാൻഡ് റോഡ്. തിങ്കളാഴ്ച മുതൽ സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിപ്പിക്കില്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. പൊതുമരാമത്ത് അധികാരികളെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തിയില്ലെന്നാണ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നത്. റോഡ് നന്നാക്കുന്നതിനായി 2 കോടി രൂപ അനുവദിച്ചതായി സ്ഥലം MLA NA നെല്ലിക്കുന്ന് പറയുന്നു. പ്രൊജക്ട് പാസ്സാവുകയും ചെയ്തു. മഴ കാരണം ടാറിംഗ് ഉപേക്ഷിച്ച് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കാനും തീരുമാനിച്ചു. ഇതിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകി. പൊതുമരാമത്ത് ഈ കാരണം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. 2 വർഷത്തോളമായി ഇവിടെ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല. 1 വർഷം മുൻപ് കല്ലമർത്തി റോഡ് നന്നാക്കാൻ ശ്രമിച്ചുവെങ്കിലും മഴ കാരണം വീണ്ടും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഇതിൽ പ്രതിഷേധിച്ച് ചെർക്കള ജംഗ്ഷനിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതെ നേരിട്ട് പോകും. ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ നേരിട്ട് പോകുന്നത് ചെറുകിട കച്ചവടക്കാരെയും യാത്രക്കാരെയും പ്രതിസന്ധിയിലാക്കും. സ്വകാര്യ ബസ് മേഖലയെ തകർക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ഗിരീഷ് പറഞ്ഞു. ചെർക്കള ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി PWD പാച്ച് വർക്ക് ചെയ്യാത്ത വർഷങ്ങളായി. ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് ബസ് കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എത്തിക്കേണ്ടത്. PWD എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനെ ഇപ്പോൾ റിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വിജിലൻസിന്റെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ബസ്സുകളാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് പോകാനും പറ്റുന്നില്ല. ദിവസേന ബസ്സുകൾക്ക് കേടുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെർക്കള ബസ് സ്റ്റാൻഡിലേക്ക് തിങ്കളാഴ്ച മുതൽ, അതായത് 15-ാം തീയതി മുതൽ ചെർക്കള ബസ് സ്റ്റാൻഡ് അകത്തേക്ക് ബസ് പ്രവേശിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുകയും അത് MLA-യും അതുപോലെ തന്നെ PWD-യും ബസ് സ്റ്റാൻഡിന്റെ ഉടമയെയും ഞങ്ങൾ അറിയിക്കുകയാണ് ഉണ്ടായത്. ജനങ്ങളും ഞങ്ങളുമായി സഹകരിക്കണമെന്ന് ഇതിൽ അഭ്യർത്ഥിക്കുന്നു. ബസ് യാത്രക്കാരെ മാത്രം ആശ്രയിച്ച് നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് ചെർക്കളയിലെ BOT ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്നത്. പാക്യാര ഷാഹുൽ ഹമീദ് വധം. മൂന്നാം പ്രതിയെയും തിരിച്ചറിഞ്ഞു. സഹോദരൻ ബാദുഷയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. 4-ാം വാതിക്കലിലെ ഷാഹുൽ ഹമീദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 3-ാം പ്രതി പാക്കിരിയിലെ ഷിഹാബിനെയാണ് തിരിച്ചറിഞ്ഞത്. കൊല്ലപ്പെട്ട ഷാഹുൽ ഹമീദിനോടൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അയാളുടെ സഹോദരൻ ബാദുഷയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. കാഞ്ഞങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടന്നത്. മകൻ ജീവനു വേണ്ടി പിടയുന്നു. കരഞ്ഞു തളർന്ന് മാതാപിതാക്കൾ. ബേഡെടുക്ക മഞ്ഞനടുക്കത്തെ അറബിയുടെ മകൻ അലിയാണ് സങ്കട കാഴ്ചയായി മാറുന്നത്. പ്രതീക്ഷയും സ്വപ്നവുമായ പൊന്നുമോന്റെ മുന്നിലേക്ക് ദുരന്തം രക്താർബുദത്തിന്റെ രൂപത്തിലെത്തിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഉപ്പയും ഉമ്മയും സങ്കട കാഴ്ചയാവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക പഞ്ചായത്തിൽ മഞ്ഞനടുക്കയിലെ അറബിയും ബി ഫാത്തിമയുമാണ് മകൻ അലിയുടെ രോഗത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത്. ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിർധന കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു അലി. കടം വാങ്ങിയും പൊന്നു പണയപ്പെടുത്തിയും മകന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ജീവിതത്തിന്റെ എല്ലാ ദുരിതവും തീരുമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമായിരുന്നു അവർക്ക്. ഗൾഫിലേക്ക് ജോലി തേടി പോകാൻ വാങ്ങിയതിന്റെ കടം തീരും മുമ്പാണ് മകന് മുന്നിലേക്ക് രോഗമെത്തിയത്. അതോടെ ആ കുടുംബം തീർത്തും തകർന്നുപോയി. 2 മാസം മുമ്പ് സഹോദരിയുടെ കല്യാണത്തിനായി നാട്ടിലേക്ക് വിമാനം കയറുമ്പോൾ അലിയുടെ മനസ്സിലുണ്ടായിരുന്നത് അതിവേഗം തിരിച്ചുപോയി കടങ്ങളെല്ലാം തീർത്ത് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ആശ്വാസവും സാന്ത്വനവും പകരണമെന്ന ചിന്തയായിരുന്നു. എന്നാൽ കല്യാണത്തിൻ്റെ ആഹ്ലാദത്തിനിടയിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു അസ്വസ്ഥത. വിവിധ ആശുപത്രിയിലെ ചികിത്സകൾക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി അലിക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന്. പിന്നെ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും മാത്രം നിമിഷങ്ങൾ. ലക്ഷങ്ങളുടെ ചികിത്സ നടത്തിയാൽ മാത്രമേ മകനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് ഡോക്ടർമാർ അറിയിച്ചതോടെ എങ്ങനെയൊക്കെയോ കെട്ടിപ്പൊക്കിയ കൊച്ചു വീടും സ്ഥലവും സ്വർണവും എല്ലാം വിറ്റ് തീർത്തു. ഇതുവരെയായി 10 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. ഇനിയും അതിലേറെ പണം ആവശ്യമുണ്ട്. എന്നാൽ ചികിത്സിക്കാൻ പണം മാത്രം അവരുടെ കയ്യിലില്ല. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ കഴിയുന്ന അലിയുടെ ചികിത്സയ്ക്ക് ഇപ്പോൾ പ്രതിദിനം 40,000 രൂപയാണ് ചിലവ്. കടം വാങ്ങി എല്ലാ വഴികളും തീർന്നു. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ഉപ്പയും ഉമ്മയും കരയുമ്പോൾ
ക്യാൻസർ സെൻ്ററിലെ മരുന്ന് മണക്കുന്ന മുറിയിൽ സഹിക്കാനാവാത്ത വേദനയിൽ പിടയുകയാണ് അലി. നമ്മുടെ കുഞ്ഞനുജനെ പോലെ കരുതി നമുക്ക് അലിയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ലേ? എബിക്കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSEB അധികൃതർ ധിക്കാരപരമായി പെരുമാറുന്നതായി ആക്ഷേപം. മഞ്ചേശ്വരത്ത് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. 17-ന് പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. KSEBയുടെ അനാസ്ഥയിലും ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ ദൂഷ്യതയിലും പ്രതിഷേധിച്ച് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി 17-ന് പ്രതിഷേധ പ്രകടനം നടത്തും. രാവിലെ മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം KSEB ഓഫീസിന് മുന്നിൽ ധർണയോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഈ ഭാഗങ്ങളിൽ 2 ദിവസം വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നെന്നും ഇത് ലൈൻമാന്റെ അപാകതയാണെന്നും കാണിച്ച് മഞ്ചേശ്വരം അസിസ്റ്റന്റ് എഞ്ചിനീയർ മുതൽ തിരുവനന്തപുരം ഡയറക്ടർക്ക് വരെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. നിരുത്തരവാദിത്തം മൂലം പ്രദേശവാസികളുടെ ശല്യമായി മാറിയ ലൈൻമാനെ സസ്പെൻഡ് ചെയ്യണമെന്നും ആരോപണ വിധേയനായ ലൈൻമാനെതിരെ തുടർ നടപടി എടുത്തില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങളുടെ സഹായത്തോടെ മറ്റന്നാൾ ബുധനാഴ്ച 10 മണിക്ക് KSEBയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ലൈൻമാൻ മിസ്റ്റർ ബാലനെ സസ്പെൻഡ് ചെയ്യുവാൻ വേണ്ടി സൂചന സമരമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ കൺസ്യൂമർ പ്രസിഡന്റ് മുരളീധര ഭട്ട്, മാധവി ടീച്ചർ, സെക്രട്ടറി ലില്ലിബായി ടീച്ചർ, C. അഹമ്മദ് കുഞ്ഞി, MK മജീദ്, യാക്കൂബ് കുഞ്ചത്തൂർ, അഷ്റഫ് കുഞ്ചത്തൂർ, റിട്ടയർ ASI ഗട്ടി എന്നിവർ പങ്കെടുത്തു. തുല്യതാ പഠിതാക്കൾക്കുള്ള കലാമേളയിൽ ജില്ലയുടെ അഭിമാനമായി രമേശ്. പ്രച്ഛന്നവേഷത്തിൽ 1-ാം സ്ഥാനത്തിന്റെ തിളക്കം. മലപ്പുറത്ത് നടന്ന മേളയിലാണ് 1-ാം സ്ഥാനം നേടിയത്. മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ 50ഓളം മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് രമേശ് 1-ാം സ്ഥാനത്തെത്തിയത്. ചെറുപ്പം തൊട്ടേ കലാകായികങ്ങളിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന രമേശ് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിരുന്നു. സംസ്ഥാനത്തെ SSLC തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ സംസ്ഥാനതല പ്രച്ഛന്നവേഷ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയത് കാസർഗോഡ് പൈവാളികെ സ്വദേശിയായ ഭണ്ഡാര വീട്ടിലെ രമേശ് ഭണ്ഡാരയാണ്. കോച്ചു മടിവാല ദേവകി ദമ്പതിമാരുടെ മകനാണ് രമേശ്. കുഷ്ഠരോഗിയുടെ വേഷമണിഞ്ഞായിരുന്നു രമേശ് ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല മത്സരങ്ങളിൽ 1-ാമതെത്തിയത്. ജില്ലാ പഞ്ചായത്തും ഗ്രീൻ കമ്മ്യൂണിറ്റിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ആരണ്യകം പദ്ധതിക്ക് തുടക്കമായി. മഴയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കമിട്ടത്. മഴയറിഞ്ഞ് മണ്ണറിഞ്ഞ് പ്രകൃതിയുടെ താളങ്ങളറിഞ്ഞ് ഒരു യാത്ര. പ്രകൃതിയുടെ സംരക്ഷണത്തിനായി ജില്ലാ പഞ്ചായത്തും വിദ്യാഭ്യാസ വകുപ്പും ഗ്രീൻ കമ്മ്യൂണിറ്റിയും സംയുക്തമായി നടത്തുന്ന ആരണ്യകം പരിപാടിയുടെ ഉദ്ഘാടനമാണ് മഴയാത്ര കൊണ്ട് ശ്രദ്ധേയമായത്. ഗുരുവനത്ത് വെച്ച് ആരംഭിച്ച പരിപാടിയിൽ 2000ഓളം വിദ്യാർത്ഥികളാണ് അണിനിരന്നത്. ആരണ്യകം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്ന മഴയാത്ര E. ചന്ദ്രശേഖരൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു വലിയ ഇടപെടലാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അതിലിടപെടിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ള നടപടി അഭിനന്ദനാർഹമാണ്. ഈ വിജയകരമായി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. മഴയെ തേടിയുള്ള യാത്രയാണ്. ഇപ്പം മഴ പെയ്തിട്ടില്ല. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് സ്വാഗതം പറഞ്ഞു. ഗുരുവനം കുന്നിൽ നിന്നും ആരംഭിച്ച മഴയാത്ര മടിക്കൈ 2 ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. അനുയോജ്യമായ ഇടങ്ങൾ കണ്ടെത്തി ചെറുവനങ്ങൾ രൂപപ്പെടുത്തുകയാണ് ആരണ്യകം പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ വേർതിരിക്കലും പരിസ്ഥിതി സൗഹൃദ പാർക്ക്, വൃക്ഷത്തൈകൾ ലഭ്യമാക്കൽ തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യങ്ങൾ ആരണ്യകം മുന്നോട്ട് വെക്കുന്നുണ്ട്. ബന്ദിയോട് SRA UP സ്കൂൾ ജനറൽ ബോഡി യോഗം ചേർന്നു. സ്കൂൾ ഹാളിലായിരുന്നു യോഗം. ബന്ദിയോട് SRA UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗം M. ബാബു ഉദ്ഘാടനം ചെയ്തു. ദാമോദര അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷാവുൽ ഹമീദിനെയും മദർ PTA പ്രസിഡന്റായി ജയലളിത മല്യയെയും തിരഞ്ഞെടുത്തു. കഴിഞ്ഞ USS പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. AEO നന്ദികേശൻ, മദർ PTA പ്രസിഡന്റ് തനുജ ആചാർ, അശോക് കുമാർ, ഗോപാലകൃഷ്ണ എന്നിവർ സംസാരിച്ചു.
ശിശു വിദ്യാഭ്യാസത്തിന്റെ നൂതന പഠന സമീപനങ്ങൾ അധ്യാപകരിലേക്ക് എത്തിച്ച് കളിച്ചെപ്പ് ശ്രദ്ധേയമായി. അരയി ഗവൺമെന്റ് UP സ്കൂളിലാണ് കളിച്ചെപ്പ് ശില്പശാല സംഘടിപ്പിച്ചത്. കുഞ്ഞു മനസ്സുകൾക്ക് പൂമ്പാറ്റകളെ പോലെ പാറിക്കളിക്കാൻ അരയി ഗവൺമെന്റ് UP സ്കൂൾ വികസന സമിതി പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും അധ്യാപികമാർക്കും ഒരുക്കിയ ശില്പശാല കളിച്ചെപ്പ് കുഞ്ഞിക്കണ്ണുകളിലെ തിളക്കം കെടാതെ സൂക്ഷിക്കാനുള്ള വേറിട്ട പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കളിയും കഥയും പാട്ടും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയമായി അവ എങ്ങനെ നൽകാമെന്നതിനുള്ള പരിശീലനമായിരുന്നു ശില്പശാലയിലെ മുഖ്യ വിഭവം. ശിശുവികാസത്തിന് സഹായകമായ വീഡിയോ ക്ലിപ്പുകളോടുകൂടിയ ശില്പശാല നയിച്ചത് ചെറുവത്തൂർ BPO M മഹേഷ് കുമാർ കൊടക്കാടായിരുന്നു. അറിയോ നിങ്ങൾക്ക് എത്ര സമയം വേസ്റ്റ് ആയത്? 30 സെക്കൻഡ്സ് ശരിയല്ലേ? 30 സെക്കൻഡ് കറി ഉണ്ടാക്കുന്നതിന് 30 സെക്കൻഡാണ് നിങ്ങൾക്ക് വേസ്റ്റ് ആയത്. കുട്ടിയുടെ കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? ഇനി ഒരിക്കലും കുട്ടി ജീരകത്തിന്റെ മണം മറന്നുപോല. ഇന്ദ്രിയാനുഭവം മൂക്കുകൊണ്ട് മണത്തറിഞ്ഞ എല്ലാ അനുഭവങ്ങളും ആയി വേണം കുട്ടി വളരെ. പഠന സന്നദ്ധത എന്ന് പറയുന്നത് 6 വയസ്സിലെ 1ാം ക്ലാസ്സിലേക്ക് ചേരുന്ന റെഡിനെസ് സന്നദ്ധത എന്ന് പറയുന്നത് എന്താണ്? 5 ഇന്ദ്രിയങ്ങൾ കൂടിയുള്ള വികാസം. ശിശു വിദ്യാഭ്യാസത്തിന്റെ സൈദ്ധാന്തിക അടിത്തറയും ആധുനിക പഠന സമീപനങ്ങളായ സങ്കേതങ്ങളെയും ശിശുവികാസ ഘട്ടങ്ങളെയും കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് നൽകുക എന്നതായിരുന്നു ശില്പശാലയുടെ മുഖ്യ ലക്ഷ്യം. ഇന്ദ്രിയ വികാസത്തിനുള്ള ധാരാളം പ്രവർത്തനങ്ങളിൽ ശില്പശാലയിൽ വെച്ച് പരിശീലനം നൽകി. അരയി ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ കൊടക്കാട് നാരായണൻ, K അമ്പാടി, ശോഭന കൊഴുമ്മൽ, ജഗദീശൻ അരയി, T ഖാലിദ്, റഹ്മത്ത് SC, സവിത TV, രസ്ന TV, ഷീബ T, സുധീഷ്ണ A, മായ VA എന്നിവർ നേതൃത്വം നൽകി. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അരങ്ങിലേക്ക്. തൃക്കരിപ്പൂർ KMK കലാസമിതിയാണ് നോവലിന് നാടകരൂപം നൽകുന്നത്. 1 മാസം നീളുന്ന നാടക ക്യാമ്പ് എടാട്ടുമ്മൽ മണ്ഡപത്ത് പുരോഗമിക്കുന്നു. ലോകപ്രശസ്ത നാടക സംവിധായകനും ന്യൂഡൽഹി അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ദീപൻ ശിവരാമന്റെ നേതൃത്വത്തിലാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിന് രംഗഭാഷ്യമൊരുങ്ങുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്റ്റേജുകളിൽ ആവിഷ്കാര മികവ് കൊണ്ട് നാടകപ്രേമികളുടെ മനസ്സിൽ നിറഞ്ഞുനിന്ന പൂവൻപഴമടക്കമുള്ള നാടകങ്ങൾ രംഗത്തെത്തിച്ച തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയാണ് ഈ സർഗാത്മക രചന പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനമെന്ന നിലയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന നാടക ക്യാമ്പിന് എടാട്ടുമ്മൽ തെക്ക് പ്രത്യേക സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ തുടക്കം കുറിച്ചു. പുതിയ കാഴ്ചക്കാരുടെ അഭിരുചിക്കനുസരിച്ചുള്ള യാത്രയിലാണ് വർത്തമാനകാല നാടകങ്ങളെന്ന് ദീപൻ ശിവരാമൻ പറഞ്ഞു. പ്രദേശത്തെയും പരിസരങ്ങളിലെയും നാടക പ്രവർത്തകരുമായി ആധുനിക നാടകരീതിയെക്കുറിച്ചും വിദേശ നാടകരംഗത്തെ ആവിഷ്കാര രീതികളെക്കുറിച്ചും ഇദ്ദേഹം സംവദിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ EP രാജഗോപാൽ മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ഒരു ചലച്ചിത്ര പ്രവർത്തകന് മാത്രമല്ല, ഖസാക്ക് കാര്യമായി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അതിന്റെ ദൃശ്യപരത, കാഴ്ചയുടെ ഒരു അംശം വല്ലാതെ ആകർഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിലക്ക് ഇതൊരു നല്ല സിനിമയാകാം, നല്ല നാടകം ആവാം. അത്രയും കാഴ്ചക്കൂറ്, കാഴ്ചയുടെ മാംസളത ഉള്ള ഒരു രചനയായിട്ടാണ് ഖസാക്ക് നിൽക്കുന്നത്. അതും ഒരു ദൃശ്യരൂപത്തിലേക്ക്, നാടകം പോലുള്ള ദൃശ്യരൂപത്തിലേക്ക് ഏത് നിലക്കാണ് ഇദ്ദേഹം അത് കൺസീവ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വായനക്കാർക്ക് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ തൽക്കാലം വായനയുടെ പുസ്തകമായിട്ട് മാത്രമേ നമുക്ക് ഖസാക്കിനെ ഇപ്പോൾ കാണാൻ പറ്റൂ. ഈ നാടകം വരുന്നതോടുകൂടി അതിൽ കാര്യമായ മാറ്റം ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. PP രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. VK അനിൽകുമാർ ദീപൻ ശിവരാമനെ പരിചയപ്പെടുത്തി. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. മർച്ചന്റ്സ് യൂത്ത് വിങ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്വർണ്ണ മെഡൽ വിതരണം 16-ന് നടക്കും. വൈകിട്ട് 5 മണിക്ക് മർച്ചന്റ്സ് യൂണിറ്റ് വ്യാപാര ഭവൻ ഹാളിലാണ് പരിപാടി. മുളിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർക്കഥയാവുന്ന വൈദ്യുതി മുടക്കത്തിനെതിരെ വ്യാപാരികൾ പ്രക്ഷോഭത്തിലേക്ക്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ 16-ന് രാവിലെ 10 മണിക്ക് ചെർക്കള KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിൽ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കൊപ്പളത്തെ BK അഹമ്മദ് കുഞ്ഞിയാണ് മരിച്ചത്. വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. കുമ്പള ഷേടിക്കാവിലെ സെയ്ദ് ബുഖാരി നിഷാലിനാണ് കടിയേറ്റത്. പാണലം വിഷചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ധർമ്മശാസ്ത്ര സേവാ സംഘം ഭജന മന്ദിരത്തിന്റെ പ്രതിഷ്ഠാ വാർഷികം 15-ന് നടക്കും. വിവിധ പരിപാടികൾ അരങ്ങേറും. കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് INL ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി MA ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു.
3 പതിറ്റാണ്ട് കാലത്തെ സേവനങ്ങൾക്ക് ശേഷം ആതുര ശുശ്രൂഷ രംഗത്ത് നിന്നും ജോളി ജോസഫ് വിരമിച്ചു. മികച്ച നഴ്സിന് 2012 സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചിരുന്നു. 32 വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജോളി ജോസഫിന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. നഴ്സുമാരെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ജോളി ജോസഫിന്റെ സംഘടനാ പ്രവർത്തനത്തെ യാത്രയയപ്പ് സമ്മേളനത്തിൽ അസോസിയേഷൻ ഭാരവാഹികൾ സ്മരിച്ചു. നഴ്സസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ജോളി ജോസഫ് പ്രവർത്തിച്ചിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി KP സരചന്ദ്രൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നഴ്സസ് മേഖല, സ്വകാര്യ മേഖലയിലുണ്ട്, സ്ഥാപന മേഖലയിലുണ്ട്, സർക്കാർ മേഖലയിലുണ്ട്. മനുഷ്യ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ് ആരോഗ്യരംഗം. മനുഷ്യന്റെ സകല അഹന്തയും അവസാനിക്കുക ആസ്പത്രി. ജില്ലാ പ്രസിഡന്റ് KV ബിന്ദുമോൾ അധ്യക്ഷയായിരുന്നു. OS മോളി, P ഉഷാദേവി, വിവിധ സംഘടനാ നേതാക്കളായ TP ഉഷ, CK അശോക് കുമാർ, V ചന്ദ്രൻ, K മോഹനൻ, AV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ജോളി ജോസഫ് മറുപടി പ്രസംഗം നടത്തി. VR രാജു സ്വാഗതവും KV നിമേഷ് ബാബു നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറ്റകുറ്റപ്പണി നീളുന്നു. കുണ്ടും കുഴിയുമായി ചെർക്കള ബസ് സ്റ്റാൻഡ് റോഡ്. തിങ്കളാഴ്ച മുതൽ സ്റ്റാൻഡിലേക്ക് ബസ് പ്രവേശിപ്പിക്കില്ലെന്ന് ബസ് ഉടമകൾ. പാക്യാര ഷാഹുൽ ഹമീദ് വധം, 3ാം പ്രതിയെയും തിരിച്ചറിഞ്ഞു. മകൻ ജീവനു വേണ്ടി പിടയുന്നു. കരഞ്ഞു തളർന്ന് മാതാപിതാക്കൾ. തുല്യതാ പഠിതാക്കൾക്കുള്ള കലാമേളയിൽ ജില്ലയ്ക്ക് അഭിമാനമായി രമേശ്. പ്രച്ഛന്ന വേഷത്തിൽ 1ാം സ്ഥാനത്തിന്റെ തിളക്കം. KSEB അധികൃതർ ധിക്കാരപരമായി പെരുമാറുന്നതായി ആക്ഷേപം. മഞ്ചേശ്വരത്ത് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.